സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നീതിയെക്കുറിച്ചും ഇന്ദ്രിയ ജയത്തെക്കുറിച്ചും മൂന്നാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. ബൈബിൾ എടുക്കുക നിങ്ങളുടെ വചനത്തിൽ. അപ്പോസ്തല പ്രവൃത്തികൾ 24 അധ്യായം 24 വാക്യം നോക്കൂ. വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച്, വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച്, വരുവാനുള്ള വിധിയെക്കുറിച്ച് പ്രസംഗിച്ചു. ദയവിച്ചത് ശ്രദ്ധിക്കുക. ഒരു ന്യായവിധി വരുന്നുണ്ട്. ദൈവത്തിൻ്റെ കോപ ദിവസം വരുന്നുണ്ട്. അതിനു മുൻപ് തന്നെ നമ്മുടെ യേശുക്രിസ്തു മേഘാരൂഢനായി വരുവാൻ പോവുകയാണ്. നമുക്ക് മരണം സംഭവിക്കാൻ പോകുന്നു. നാം എപ്പോൾ മരിക്കുമെന്ന് നമുക്കറിയില്ല. മനുഷ്യൻ ഒരു തവണയേ മരിക്കുകയുള്ളൂ. അതിനുശേഷമായി ന്യായവിധി. മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ഉപദേശിക്കാത്തതായ പ്രസംഗങ്ങൾ ക്രിസ്തീയ പ്രസംഗങ്ങൾ അല്ല. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും നാം അരിഷ്ടന്മാരത്രയെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. മറന്നു പോകരുത്. ഈ വിഷയം നിങ്ങൾ ഓർക്കുക. ഈ ലോകം ശാശ്വതമായത് അല്ല. ഈ ലോകത്തിൽ നാം ഈ ശരീരത്തിലായിരിക്കുമ്പോൾ ചെയ്തതായ സകല പ്രവർത്തിക്കും, അത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും ശരി, നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ചെയ്തതായ സകല പ്രവർത്തികൾക്കും ദൈവത്തിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഒരുപക്ഷെ ഇന്ന് നീ കള്ളം പറഞ്ഞ് രക്ഷപ്പെട്ടേക്കാം. മൂന്നാമതൊരു വ്യക്തി അറിയാതെ നിന്റെ ഇഷ്ടം പോലെ നിനക്ക് കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞേക്കാം. ഇന്നൊരു പക്ഷേ നീ മനുഷ്യന്റെ പുകഴ്ത്തലുകൾ കേട്ടിട്ട് വലിയവനാണെന്ന് നീ സ്വയം ഭാവിച്ചേക്കാം. എന്നാൽ നിന്റെ അന്തരംഗങ്ങളെ പരിശോധിക്കുന്നതായ ദൈവം ന്യായവിധി ദിവസത്തിൽ അവന്റെ സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ നീ ചെയ്ത സകല പ്രവർത്തികളും നിന്റെ മുൻപിൽ വെളിപ്പെടുത്തി തന്ന് നിന്നെ ശിക്ഷിക്കാനിടയാകും. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത് സ്വർഗത്തിൽ പോകുവാൻ വേണ്ടിയാണ്. ശരിയാണോ അല്ലയോ? ക്രിസ്ത്യാനിയേ, മറന്നു പോകരുത്. ഈ ലോകത്തിനു വേണ്ടിയല്ല നാം ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുന്നത്. നമുക്ക് ശാശ്വതമായിട്ടുള്ളത് ഈ ലോകമല്ല. ഈ ലോകത്തിലെ വീടും വാഹനവും ജോലിയും മാത്രമല്ല യേശുക്രിസ്തു നമുക്ക് നൽകുന്നത്. ഈ ലോകം വിട്ടുപോയതിനു ശേഷം ശാശ്വതമായ ജീവിതം നമുക്കുണ്ട്. ഈ ലോകത്തിൽ നീ ജീവിക്കുമ്പോൾ തന്നെ നിന്നെ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കുന്നില്ല എങ്കിൽ, നിന്റെ ഇഷ്ടം പോലെ നീ ജീവിക്കുകയാണെങ്കിൽ, അയ്യോ നമുക്ക് കഷ്ടം. ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏത് പ്രസംഗകനാണോ നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും പ്രസംഗിക്കാത്തത്, അത് യഥാർത്ഥത്തിൽ ക്രിസ്തീയ വചനാനുസൃതമുള്ളതല്ല. മറക്കരുത്. ശ്രേഷ്ഠനായ ദൈവദാസൻ ബില്ലി ഗ്രഹാം വലിയൊരു ദൈവദാസനായിരുന്നു. രോഗശാന്തി ചെയ്തില്ല അദ്ദേഹം, അത്ഭുതങ്ങൾ അദ്ദേഹം ചെയ്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തെ വളരെ ലളിതമായി ഉള്ളതുപോലെ പ്രസംഗിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ രക്ഷിക്കപ്പെടാനിടയായി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹം ബൈബിൾ പിടിച്ചുകൊണ്ട് യേശുവിൻ്റെ ക്രൂശിനെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും ഉപദേശിക്കാതെ അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിച്ചിട്ടില്ല. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഹല്ലേലൂയ പറയൂ. എത്ര ആഗ്രഹമാണ്! സ്വർഗത്തിലേക്ക് പോകുന്നതിന് വേണ്ടി നല്ല പ്രവൃത്തികൾ ചെയ്യുന്നത്, നല്ല നന്മ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ കുറെ കൃത്യനിഷ്ഠതയോടെ ചില ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് അല്ല. നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയുന്നവനായ കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് നിനക്ക് ബന്ധം ഉണ്ടായിരിക്കണം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടിയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ ചെല്ലുന്നില്ല. ഈ ദിവസം ഓർക്കൂ, ഭയങ്കരമായ കോപ ദിവസം അടുക്കലായിരിക്കുന്നു. ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞ് പ്രപഞ്ചത്തിലുള്ള ശാസ്ത്രജ്ഞന്മാർ
അവർ അതിനുവേണ്ടി പ്രത്യേകം ഒരു പ്രോഗ്രാം തയ്യാർ ചെയ്തിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തെ എങ്ങനെ കാത്തുരക്ഷിക്കുവാൻ കഴിയും? ചൂട് കൂടിക്കൊണ്ടേയിരിക്കുന്നു, കാലാവസ്ഥ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു, മഴക്കാലത്ത് വേനലുണ്ടാകുന്നു, വേനൽക്കാലത്ത് മഴയുണ്ടാകുന്നു, ഇതെല്ലാം തകിടം മറിഞ്ഞിരിക്കുന്നു, കൃഷിഭൂമി നശിച്ചു പോകുന്നു, മനുഷ്യന് പല രീതിയിലുള്ള ശ്വാസ സംബന്ധമായ രോഗങ്ങളുണ്ടാകുന്നു, മാരക രോഗങ്ങൾ ഉണ്ടാകുന്നു. ഓരോ ദിവസങ്ങൾ ചെല്ലുന്തോറും മനുഷ്യർ ക്യാൻസർ രോഗം കൂടിക്കൊണ്ട് വരികയാണ്. പുതിയ പുതിയ രോഗങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നു. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? മനുഷ്യൻ പരിഭ്രാന്തരായിത്തീരുന്നു, കാലാവസ്ഥ തകിടം മറിഞ്ഞു പോകുന്നു. ഇവയെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർ ഒരുമിച്ച് അവരുടെ പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ കാലാവസ്ഥയിൽ വന്നതായ മാറ്റമനുസരിച്ചാണ് തുടർച്ചയായ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇനിയും അതുപോലെ എത്രയോ പ്രകൃതി വൈകൃതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അനേകർക്ക് ചർമ്മ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുന്നു, വിളർച്ചയുണ്ടാകുന്നു, കറുത്ത പാടുകൾ ഉണ്ടാകുന്നു. കാരണം സൂര്യരശ്മികൾ പതിക്കുമ്പോൾ തന്നെ മനുഷ്യന്റെ ചർമ്മത്തിന് കേടുപാട് സംഭവിക്കുന്നു. ദൈവം അന്തരീക്ഷത്തിൽ ഒരു ഓസോൺ പാളി വയ്ക്കുവാനിടയായി. സൂര്യരശ്മി നേരിട്ട് നമ്മുടെ മേലെ പതിക്കാതിരിക്കാൻ ഒരു മറ പോലെ വെച്ചതാണത്. നമ്മളാണെങ്കിൽ വലിയ ബുദ്ധിമാന്മാരാണെന്ന് പറഞ്ഞിട്ട് റോക്കറ്റുകൾ അയച്ച് പുഷു 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 പോയി ആ ഓസോൺ പാളിയിൽ മുഴുവൻ ദ്വാരങ്ങൾ സൃഷ്ടിച്ചിട്ട് അത് നശിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ സൂര്യന്റെ രശ്മികൾ നേരിട്ട് മനുഷ്യന്റെ ശരീരത്തിൽ പതിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം വായിച്ചാൽ മനുഷ്യന് ശരീരത്തിൽ പുണ്ണുകൾ വരുമെന്ന് പറയുന്നു, ത്വക്ക് രോഗങ്ങൾ ഉണ്ടാകുമെന്ന്. ഇവയെല്ലാം കാണുമ്പോൾ യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും സമീപസ്ഥമായിരിക്കുന്നു എന്നറിയാൻ കഴിയും. ഇവയെല്ലാം കാണുമ്പോൾ എന്തുകൊണ്ട് ഇന്നത്തെ പ്രസംഗർ പ്രസംഗിക്കുന്നില്ല? ഇനിയും എന്തുകൊണ്ട് വിശ്വാസികൾ അവർ ഉപദേശിക്കുന്നില്ല? ഇനിയും എന്തുകൊണ്ട് ദൈവമക്കൾക്ക് അവർ ജാഗ്രത കൊടുക്കുന്നില്ല? വരുവാനുള്ള ദൈവത്തിന്റെ കോപത്തെക്കുറിച്ച്, വരുവാനുള്ളതായ കഷ്ടതകളെക്കുറിച്ച്, വരുവാൻ ഉള്ളതായ ഭയങ്കരകരമായ നാളുകളെക്കുറിച്ച്, വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിക്കാത്ത പ്രസംഗം ക്രിസ്തീയ പ്രസംഗം അല്ല. ഇവിടെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും നരകത്തിലേക്ക് പോയാൽ എന്നോടതിൻ്റെ കണക്ക് ചോദിക്കുമെന്നുള്ള ഭാരത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് പറയുന്നത്. നീ പറയുക, അവൻ കേട്ടാലും കേട്ടില്ല എങ്കിലും പറയുക എന്ന് കർത്താവ് പറഞ്ഞു. ഈ ദിവസം ഈ യേശുക്രിസ്തുവിനെ നിന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നില്ല എങ്കിൽ, നിനക്ക് വേണ്ടി നിന്റെ സ്ഥാനത്ത് മരിച്ചതായ കർത്താവിനെ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ പാപങ്ങൾ ഉപേക്ഷിച്ച് അവനെ അനുസരിച്ചുകൊണ്ട് അവന്റെ വചനപ്രകാരം നീ മുൻപോട്ട് ജീവിക്കുന്നില്ല എങ്കിൽ, അയ്യോ നിനക്ക് കഷ്ടം. നീ ഫലം പുറപ്പെടുവിക്കുന്നവനായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എല്ലാ ദിവസവും ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കുക. എല്ലാ ദിവസവും അവനോട് നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവവുമായിട്ട് കൂട്ടായ്മ ആചരിക്കുക. അപ്പോൾ തന്നെ മനസ്സാക്ഷി ബോധിപ്പിച്ചിരുന്ന പാപങ്ങളെ നിങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. അബദ്ധത്തിൽ ആരോടെങ്കിലും നിങ്ങൾ കള്ളം പറയുന്നുവെങ്കിൽ അത് ക്ഷമിക്കുവാൻ വേണ്ടി പറയുക. ചീത്ത വിളിക്കുന്നു എങ്കിൽ വായിൽ വരുന്നത് പോലെ കഠിനമായ വാക്കുകളാൽ മറ്റുള്ള ഹൃദയത്തെ വേദനിപ്പിക്കുന്നു എങ്കിൽ ക്ഷമ ചോദിക്കുക. ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുവാൻ ശ്രമിക്കുക. നല്ല മനസ്സാക്ഷിയുള്ളവനായി ജീവിക്കുക. അപ്പോൾ നീ മരിച്ചാലും അവന്റെ വരവെടുത്താലും സ്വർഗത്തിൽ നീ ജീവിക്കും. ഇന്നിവിടെ അനേകം ആളുകളുടെ മനസ്സ് മുഴുവൻ തകിടം മറിഞ്ഞു കിടക്കുന്നു. ഹൃദയത്തിലൊരു സ്വസ്ഥതയില്ല, ഹൃദയത്തിലൊരു സമാധാനമില്ല. എനിക്ക് അറിയാത്തത് നടന്നു വെച്ചാൽ ഈ പ്രദേശത്തെക്കുറിച്ച് ഞാൻ കേൾക്കുവാനിടയായി. ഇവിടെ മുതിർന്നവർക്കും കൊച്ചുകുട്ടികൾക്കും അനേകം ആളുകൾക്ക് ഫിക്സ് ഉണ്ടാകുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ ഫിക്സ് ഉണ്ടാകുന്നു? തലച്ചോറിൽ ഉണ്ടായിരിക്കുന്ന ന്യൂനതകൾ കൊണ്ടാണ് ഫിക്സ് ഉണ്ടാകുന്നത്. രണ്ടാമതായി ദുരാത്മാ ശക്തിയുടെ പ്രഭാവത്താൽ, ദുരാത്മാവിനാൽ ഫിക്സ് ഉണ്ടാകാറുണ്ട്. അത് എന്തു തന്നെയായാലും സൗഖ്യപ്പെടുത്തുന്നതായ യേശുക്രിസ്തു ഉണ്ട്. നിന്റെ ജീവിതത്തെ അവനു വേണ്ടി സമർപ്പിക്കുക. നിങ്ങളുടെ ഹൃദയത്തെ അവനു വേണ്ടി സമർപ്പിക്കുക. അനാവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചേ ഇരിക്കരുത്. അതുപോലെ ഒരുപാട് ആളുകൾ പറയുന്നത് കേൾക്കാം, തലവേദന തലവേദന തലവേദന. ഇപ്പോൾ ഞാൻ ചോദിച്ചാൽ ഒരുപാട് ആളുകൾ കൈയുയർത്തുമെന്ന് എനിക്കറിയാം. എന്നാൽ നമുക്കതിനുള്ള സമയം ഇപ്പോൾ ഇല്ല. തലവേദന എന്തുകൊണ്ടുണ്ടാകുന്നു? ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തലവേദന വരില്ലേ? ഈ കടം എങ്ങനെ വീട്ടണം? ഈ മനുഷ്യൻ്റെ കാര്യം എന്തായിത്തീരും? ഈ കുഞ്ഞിനെ അനുസരിക്കുന്നില്ലല്ലോ, ഇവൻ പഠിക്കുന്നില്ലല്ലോ, ഇവൻ കേൾക്കുന്നില്ലല്ലോ. പഠിച്ചില്ലല്ലോ, ഇവൻ്റെ ഗതി എന്താവും? അമ്മായിമ്മയുടെ കാര്യം വളരെ കഷ്ടമാണ്. ഇവരെ കൊണ്ട് ഞാൻ തോറ്റു. ഇനി എന്താണ് ചെയ്യുന്നത്? എന്താണ് ഞാൻ പറയുന്നത്? ശരിയാണോ തെറ്റാണോ? അമ്മായിമ്മ ഉള്ളവർക്കേ ആ കാര്യം അറിയാൻ കഴിയൂ. നല്ല അമ്മായിമ്മമാരുണ്ട്,
ഞങ്ങളുടെ വീട്ടിൽ മരുമകളെ എന്ന് വിളിക്കുകയില്ല. ഞങ്ങളോടും ഒരു വ്യത്യാസം കാണിക്കില്ല. ഡാഡിയെന്നും മമ്മിയെന്നുമാണ് വിളിക്കുന്നത്. ഞങ്ങൾ അവരെ എപ്പോഴും മക്കളെപ്പോലെ തന്നെയാണ് കാണുന്നത്, മരുമക്കളായിട്ടല്ല. ഞങ്ങളുടെ ആൺമക്കളെ എങ്ങനെ ഞങ്ങൾ സ്നേഹിക്കുന്നു, അതുപോലെ ഈ പെൺമക്കളെ ഞങ്ങൾ അങ്ങനെ തന്നെ സ്നേഹിക്കുന്നു. അവരുടെ മക്കളെയും ഞങ്ങൾ അങ്ങനെ സ്നേഹിക്കുന്നു. ദൈവം മുമ്പാകെ ഈ അമ്മായിയമ്മ, മരുമകൾ, ഇവര് അങ്ങനെയുള്ള സ്നേഹമൊന്നും തന്നെ ഇല്ല. നിങ്ങളുടെ കൊച്ചുമകൻ നിങ്ങളുടെ കൂട്ടുകാരനാകും, നിങ്ങളുടെ മരുമകൾ നിങ്ങളുടെ മകളാകും, നിങ്ങളുടെ അമ്മായിയമ്മ നിങ്ങളുടെ അമ്മയാകും, നിങ്ങളുടെ മരുമകൻ നിങ്ങളുടെ മകനാകും. എന്തുകൊണ്ട്? യേശുവിൻ്റെ സ്നേഹം നിങ്ങളുടെ കുടുംബത്തിലുള്ളപ്പോൾ അവിടെ സമാധാനമുണ്ടാകും. നീ അനാവശ്യമായ ചിന്തകളെല്ലാം ഒഴിവാക്കിയിട്ട് കർത്താവിൽ നീ ആശ്രയം വയ്ക്കുക. ആരുടെ മനസ്സാണോ കർത്താവിൽ ഉള്ളത് അവനെ പൂർണ്ണ സമാധാനമുള്ളവനാക്കും. അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം നമുക്കുണ്ട്. സൗഖ്യമാക്കുന്നവനായ ദൈവം നമുക്കുണ്ട്. ഈ വിഷയം ഞാൻ വിട്ടുകളയുന്നില്ല. അതായത് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇവിടെ നാം ഒരുപാട് കഷ്ടത അനുഭവിക്കണമോ എന്ന് ഞാൻ പറയുന്നില്ല. തീർച്ചയായും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്. ഇന്ന് ഒരുപാട് സാക്ഷ്യങ്ങൾ എനിക്കും ടിവിയിൽ കൂടി പറയിക്കാൻ കഴിയും. എന്നാൽ അതിന് സമയമില്ല. സുവിശേഷം പറയാൻ തന്നെ സമയം തികയുന്നില്ല. ആ സമയത്ത് ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ എൻ്റെ നാമമാണ് ഞാൻ ഉയർത്തുന്നത്. ദൈവത്തിൻ്റെ നാമമഹത്വം കുറഞ്ഞു പോവുകയാണ്. എന്നാൽ ഈ ദിവസം അനേക ക്യാൻസർ ഉള്ള ആളുകൾ സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. എയ്ഡ്സ് രോഗികൾ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം അവർക്ക് സൗഖ്യം പ്രാപിക്കുന്നു. ഡോക്ടർമാരുടെ അടുക്കൽ ചെന്നിട്ട് ആ റിപ്പോർട്ട് കാണിക്കുമ്പോൾ അവർക്ക് അത്ഭുതം തോന്നുന്നു. അങ്ങനെ അത്ഭുത കാര്യങ്ങൾ ചെയ്യുന്നവനാണ് യേശുക്രിസ്തു. അവൻ നാനാവിധ രോഗികളെയും ആ കാലത്തും സൗഖ്യപ്പെടുത്തി, ഈ കാലത്തും സൗഖ്യപ്പെടുത്തുന്നു. എന്നാൽ ഞാൻ യേശുവിനെ അനുഗമിക്കുന്നത് എൻ്റെ രോഗങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയല്ല, എൻ്റെ പാപങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയാണ്. പാപങ്ങൾ മാറുകയാണെങ്കിൽ രോഗങ്ങൾ തന്നെ മാറുവാനിടയാകും. ഒരുവൻ്റെ മൂക്കിൽ ഈച്ച വന്നിരിക്കുവാനിടയായി. ഉഷെന്ന് വെച്ചു, വീണ്ടും വന്നിരുന്നു. ഉഷെന്ന് പറഞ്ഞു, വീണ്ടും വന്നിരുന്നു. ഷുഷെന്ന് വെച്ചു. അത് കണ്ടു തന്നെ പറഞ്ഞു, എടാ നിന്റെ മൂക്ക് ശർക്കരയിരിക്കുന്നു, അതുകൊണ്ടാണ് ഈച്ച വരുന്നത്, അല്ലാതെ മൂക്കിനോടുള്ള സ്നേഹം കൊണ്ടല്ല. മൂക്ക് കഴുകൂ എന്ന് പറഞ്ഞു. എപ്പോഴാണോ അവൻ നല്ലവണ്ണം മൂക്ക് കഴുകിയത്, പിന്നീട് ആ ഈച്ച അവൻ്റെ അടുക്കിലേക്ക് വന്നിട്ടേ ഇല്ല. എന്താണ്? നിന്നിൽ പാപമുള്ളപ്പോൾ രോഗങ്ങളും കഷ്ടതയും ഉണ്ടാകും. അപ്പോൾ പാസ്റ്റർ വന്നിട്ട് എന്നും പറഞ്ഞ് ഓടിക്കും. ദേവദാസ പ്രാർത്ഥിക്കണം, വിട്ടുപോട്ടെ. ഇപ്പോൾ കൂടുതൽ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയാത്തത് കൊണ്ട് എന്താണ് ചെയ്യുന്നത്? പൊയ്ക്കോളൂ, പോ. എന്താണിത്? അയ്യോ, ദയവ് ചെയ്ത് ശ്രദ്ധയോടെ ആയിരിക്കുക. ദുരുപദേശകന്മാർ വന്നിട്ടുണ്ട്. വചനത്തിൽ കൂടി യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നില്ല എങ്കിൽ, യേശുക്രിസ്തുവിൽ കൂടി വരുന്നതായ സൗഖ്യത്തെ ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ലഭിച്ചതെന്ന് മാറ്റുകയാണെങ്കിൽ, അയ്യോ, അത് ഭയങ്കരമാണ്. ഇന്ന് നിങ്ങൾ യഥാർത്ഥമായ വിശ്വാസികളായി തന്നെ ഇരിക്കണം. ഇന്ന് നിങ്ങൾ കേൾക്കുന്നതായ വാക്യത്തിൽ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും വീണു പോകാതെ ശക്തി നേടുവാൻ കഴിയുന്നതായിരിക്കണം. ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ മുൻപിൽ എടുത്തതായ തീരുമാനം ജീവിതത്തിൽ ഒരിക്കലും മാറാതിരിക്കുവാൻ തക്കവണ്ണം അവന്റെ കൃപ നിങ്ങളിലേക്ക് വരണം. ഇന്ന് നിങ്ങളെ ദൈവം തൊട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നതായ ആ സൗഖ്യം നിരന്തരമായ സൗഖ്യമായിരിക്കണം. എല്ലാത്തിലും പ്രധാനമായിട്ട് ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഹൃദയങ്ങളെ മാറ്റിയെടുത്തുകൊണ്ട്, നിങ്ങളുടെ സ്വഭാവങ്ങളെ മാറ്റിയെടുത്ത്, അത് നിങ്ങളുടെ സ്വന്തം ശക്തിയാലല്ല, നിങ്ങളുടെ തെറ്റുകൾ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ്, നിങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചതായ കർത്താവിൽ വിശ്വാസം അർപ്പിച്ച്, നിന്റെ പാപം നീ ഏറ്റുപറയുമ്പോൾ അവൻ ക്ഷമിക്കുമെന്ന് വിശ്വസിച്ച്, ക്രിസ്തുവിലുള്ള പുതിയ ഹൃദയം പ്രാപിച്ച് ദൈവത്തിന്റെ രാജ്യത്തിന്റെ അവകാശിയായി മാറണം. ഫെലിക്സ് പ്രസംഗിക്കൂ എന്ന് പറഞ്ഞപ്പോൾ, നിനക്കനുകൂലമായ പ്രസംഗം ഞാൻ ചെയ്യില്ല, നിന്നെ സന്തോഷിപ്പിക്കുന്ന ഉപദേശം ഞാൻ നൽകില്ല. ഇതാണ് ക്രിസ്തീയ ഉപദേശത്തിന്റെ സാരാംശമെന്ന് പറഞ്ഞ് നീതിയെക്കുറിച്ചും ഇന്ദ്രിയ ജയത്തെക്കുറിച്ചും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചും ഉപദേശിച്ചപ്പോൾ ഫെലിക്സ് ഭയപ്പെടുവാനിടയായി. പ്രസംഗം കേൾക്കുമ്പോൾ അവന്റെ തെറ്റുകൾ അവന് വെളിപ്പെട്ടു വന്നു. അവന്റെ കുറവുകളെല്ലാം അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ ഭാരം താങ്ങാൻ കഴിയുന്നില്ല, ഞാൻ പാപിയാണ് എന്ന വിചാരം അവന് വരാനിടയായി. എനിക്ക് രക്ഷ വേണം എന്ന തിരിച്ചറിവ് അവന് ഉണ്ടാകാനിടയായി. എന്നാൽ അവനവന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കൊണ്ട്, ശരി, ഇപ്പോൾ പോകൂ, പിന്നീട് ഒരിക്കൽ വന്ന് പറയാമെന്ന് പറഞ്ഞു വിട്ടു. ഈ ദിവസം നിങ്ങൾ അങ്ങനെ പറയുമോ? പാസ്റ്റർ, ഇന്ന് ഞങ്ങൾക്ക് മാനസാന്തരപ്പെടാൻ കഴിയില്ല, മറ്റൊരു ദിവസമാകട്ടെ എന്ന് നിങ്ങൾ പറയുമോ? അല്ല എങ്കിൽ ഇതാകുന്നു അനുകൂലമായ സമയം. ഇതാകുന്നു ഈ ദിവസം ഞാൻ ദൈവം മുൻപിൽ ഒരു തീരുമാനമെടുക്കാൻ ഇടയാകും.
ഈ ദിവസം ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചിട്ട് എന്റെ ഹൃദയത്തിലുള്ളതായ സകല പാപങ്ങളും ഞാൻ ഏറ്റുപറയും. എന്റെ ദുർനടപ്പും അശുദ്ധിയായ വിചാരങ്ങളും ഇന്നുവരെ ഞാൻ ചെയ്തതായ സകല പാപങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അവൻ നൽകുന്ന സമാധാനത്തിന് വേണ്ടി അപേക്ഷിക്കുമെന്ന്, എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നവരെ ഞാൻ ദൈവസന്നിധിയിൽ പോരാടും എന്ന് പറയുമോ? യാക്കോബ് ദൈവസന്നിധിയിൽ മൽപ്പിടിക്കുവാനിടയായി. അവൻ ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കാനിടയായി. അവന് മൃഗാദികളും ആടുമാടുകളും എല്ലാം ഉണ്ടായിരുന്നു, ഭാര്യമാരും മക്കളും എല്ലാം ഉണ്ടായിരുന്നു, സകലതും ഉണ്ടായിരുന്നു. എന്നാൽ അവൻ ഏകനായി തീർന്നുവെന്ന് ബൈബിളിൽ പറയുന്നു. ഭാര്യയും മക്കളും വസ്തുവും സമ്പത്തും പണവും ഒന്നുമല്ല യഥാർത്ഥമായിരിക്കുന്നതായ അനുഗ്രഹങ്ങൾ. സമാധാനമുള്ളതാണ് യഥാർത്ഥമായ അനുഗ്രഹം. യഥാർത്ഥമായ അനുഗ്രഹം ദൈവം നൽകുന്നതാണ്. അതിനുവേണ്ടിയാണ് അവൻ ദൈവസന്നിധിയിൽ പോരാടിയത്. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നവൻ പറഞ്ഞു. ആ രാത്രിയിൽ ദൈവം അവനോട് സംസാരിച്ച് അവനോട് പറഞ്ഞു, നീ ഇനിയും യാക്കോബല്ല, നീ ഇനി ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. നീ എൻ്റെ മകനാണ്, നീ എന്നോടൊപ്പം വസിക്കും എന്ന് പറഞ്ഞ് അവനെ അനുഗ്രഹിക്കുവാനിടയായി. രക്ഷാഭാഗ്യത്തെ ദൈവം അവന് കൊടുത്തു. ഈ ദിവസം നിങ്ങളും അതുപോലെ ദൈവത്തോട് പോരാടി അവന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ സാക്ഷിയായിട്ട് ജീവിക്കുവാൻ ശ്രമിക്കുക. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ ശ്രമിക്കൂ. സമാധാനത്തോടെ സന്തോഷത്തോടു കൂടി ജീവിക്കുക. നിങ്ങളുടെ കടങ്ങൾ മാറുന്നതിനു വേണ്ടി, നിങ്ങളുടെ രോഗങ്ങൾ മാറുന്നതിനു വേണ്ടി, നിങ്ങളുടെ ഇഷ്ടങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കുന്നതിന് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം ഇപ്പോഴുമുണ്ട്. ആകാശത്തിലെ പറവുകളെ പോഷിപ്പിക്കുന്ന ദൈവം നമ്മെയും പോഷിപ്പിക്കുന്നവനാണ്. ലില്ലിപ്പൂവിനെ മനോഹരമായി സൃഷ്ടിച്ച ദൈവം നമ്മെയും അനുഗ്രഹിക്കുവാനും സഹായിക്കുവാനും ഇടയാകും. 2 കാശിന് വിൽക്കപ്പെടുന്ന ചെറിയ കുരികിലുകൾ ദൈവം അറിയാതെ ഒന്നുപോലും വീണുപോകുന്നില്ല എങ്കിൽ എന്നെയും നിന്നെയും വളരെ സ്നേഹിക്കുന്ന ദൈവം നമ്മെ എത്രമാത്രം കരുതുവാനിടയാകും. എന്നെയും നിന്നെയും കരുതുവാനിടയാകും. ആരും നശിക്കുന്നത് ഇഷ്ടമല്ലാത്തതായ കർത്താവ് നാം എല്ലാവരും അവന്റെ പൈതങ്ങളാകാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവസന്നിധിയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും തന്നെ തീരുമാനമെടുത്തുകൊണ്ട് ഇവിടെ നിന്ന് കടന്നു പോകാം. എല്ലാ വ്യക്തികളും കണ്ണുകളടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ദുഃഖം എന്താണ്, നിങ്ങളുടെ കഷ്ടം എന്താണ്, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വായ് തുറന്ന് കർത്താവിനോട് പറയുക. എല്ലാ വ്യക്തികൾക്കും പ്രാർത്ഥിക്കാം. ആ കർത്താവിനോട് ചോദിക്കുക, എൻ്റെ കുടുംബം ഛിന്ന ഭിന്നമായി പോയി, എൻ്റെ ജീവിതം നശിച്ചു പോയിരിക്കുന്നു, എൻ്റെ ശരീരം നശിച്ചു പോയിരിക്കുന്നു, എന്നെ സഹായിക്കണമേ. യേശുവേ, വായു തുറന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ സ്വന്തക്കാർ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നു. എൻ്റെ വീട്ടുകാർ തന്നെ എന്നെ അപമാനിക്കുന്നപ്പാ. ഞാൻ വിശ്വസിച്ചതായ വ്യക്തികൾ എന്നെ ചതിക്കുവാനിടയായി. ഞാൻ പ്രതീക്ഷിച്ചിരുന്നതായ ആളുകൾ എന്നെ വഞ്ചിക്കുവാനിടയായി. അപ്പാ, ഈ ലോകത്തിലൊരു ആശ്രയവുമില്ലാത്ത സ്ഥിതിയിലായിരിക്കുന്നപ്പാ. നീ എന്നെ ആശ്വസിപ്പിച്ചാൽ മതി കർത്താവേ. എപ്പോഴും വായ് തുറന്ന് എല്ലാവർക്കും കർത്താവിനോട് പറയാം. 2 കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തി വായ് തുറന്ന് കർത്താവിനോട് സംസാരിക്കൂ. സഹോദര, നിനക്കൊരു കഷ്ടതയുണ്ട്, നിനക്കൊരു ബുദ്ധിമുട്ടുണ്ട്, നിന്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ട്, നിനക്കൊരു പ്രതികൂലമുണ്ട്. അത് നീ വായ് തുറന്ന് ഇപ്പോൾ തന്നെ കർത്താവിനോട് പറഞ്ഞാൽ നിനക്കൊരു വിടുതൽ ലഭിക്കാനിടയാകും. ഇപ്പോൾ തന്നെ നിനക്ക് വിടുതൽ ലഭിക്കും. ഇപ്പോൾ തന്നെ നിനക്ക് സൗഖ്യം ലഭിക്കും. എത്ര കാലം മദ്യപിക്കും പ്രിയ സഹോദര? മദ്യപിച്ച് നിന്റെ ശരീരം മുഴുവനും നശിച്ചിരിക്കുന്നു. ഇതാ യേശുക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിനക്കൊരു പുതിയ ജീവിതം നൽകാൻ, നിന്നെ വിടുവിക്കുവാൻ ദൈവം മനസ്സുള്ളവനായിരിക്കുകയാണ്. കർത്താവേ, എന്നോട് കരുണ കാണിക്കണമേ എന്ന് ചോദിച്ചാൽ മാത്രം മതി. പ്രാർത്ഥിക്കുക. യൗവനക്കാരാ, പ്രാർത്ഥിക്കുക. സഹോദരി, പ്രാർത്ഥിക്കുക. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ദർശിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയെ നീ ശ്രദ്ധിക്കണമേ. നിന്റെ മക്കളുടെ നിലവിളിയെ നീ ശ്രദ്ധിക്കണമേ. അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന നിലവിളി നീ കേൾക്കണമേ. അവരുടെ നെടുവീർപ്പുകളെ കേൾക്കണമേ. അവരുടെ അവസ്ഥകളെ മനസ്സിലാക്കിയിട്ട് അവരുടെ ആവശ്യങ്ങളെ നീ നിറവേറ്റണമേ. നീ സർവശക്തനായ ദൈവമാണ്, സർവസമ്പന്നനായ ദൈവമാണ്. എനിക്ക് സാധിക്കാത്തത് എന്തെങ്കിലും ഉണ്ടോ, എനിക്ക് സാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നീ ചോദിക്കുന്നു. നിനക്ക് അസാധ്യമായത് ഒന്നുമില്ലല്ലോ കർത്താവേ. ഫിക്സിനാൽ ഭാരപ്പെടുന്നുവെന്ന് അനേക ആളുകൾ പറയുവാനിടയായി. ഈ രാത്രി നിന്റെ ശക്തി അവരുടെ മേൽ അയച്ചിട്ട് ഈ സമയത്ത് അവരുടെ
ഞരമ്പുകളെ നീ സൗഖ്യപ്പെടുത്തുമാറാകണമേ. ദുരാത്മാവിനാൽ ഭാരപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ, തന്മൂലം ഫിക്സ് വന്നിരിക്കുന്നതായ ആളുകളുണ്ടേ എങ്കിൽ നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യപ്പെടുത്തുകയാണ് പിതാവേ. സൗഖ്യം പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് നിന്റെ സാക്ഷികളായി മുൻപോട്ട് ജീവിക്കുന്നതിനായിട്ട് സഹായം ചെയ്യണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.